മണ്ണാർക്കാട് നഗരസഭയിൽ 3 വർഷത്തിനു മുകളിലുള്ള നികുതി കുടിശ്ശിക പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെ അപ്പീൽ പോയ നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഭരണപ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്ന CPM കൗൺസിലർമാരുടെ ആവശ്യം 10-നെതിരെ 17 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തള്ളി. നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് നഗരസഭാ സെക്രട്ടറി. മണ്ണാർക്കാട് നഗരസഭയിൽ 2016 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ നിർണയിച്ച നികുതി പരിഷ്കരണത്തിന് നിയമസാധുതയില്ലെന്ന് കാണിച്ച് കെട്ടിടം ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. ഈ വിധിക്കെതിരെ അപ്പീൽ പോകരുതെന്നും 3-ൽ കൂടുതൽ വർഷത്തെ പിരിച്ചെടുത്ത നികുതി കെട്ടിടം ഉടമകൾക്ക് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി അംഗം TR സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച പ്രമേയം ചർച്ചയ്ക്ക് വന്നതോടെയാണ് ഭരണപ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞത്. കൗൺസിലിന്റെയോ അധ്യക്ഷന്റെയോ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് സെക്രട്ടറി അപ്പീൽ നൽകിയതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും TR സെബാസ്റ്റ്യൻ പറഞ്ഞു. സ്വന്തം നിലയ്ക്ക് അപ്പീൽ നൽകിയ സെക്രട്ടറിയുടെ കോടതി ചെലവ് കൗൺസിലിന് വഹിക്കാനാവില്ലെന്നും നടപടി വേണമെന്നും TR ആവശ്യപ്പെട്ടു. ഒരു കൗൺസിൽ തീരുമാനമില്ലാതെ മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു പ്രമേയത്തിനെതിരായി നഗരസഭാ സെക്രട്ടറി കേസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് മണ്ണാർക്കാട് നഗരസഭ കൊടുക്കാൻ പറ്റില്ല. അത് വ്യക്തിപരമായി പോകാൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് നല്ലപോലെ നിയമം അറിയുന്ന ആളാണ് സെക്രട്ടറി. നമ്മൾ നിയമം പറയുമ്പോൾ അതിന്റെ അപ്പുറത്തെ നിയമം പറഞ്ഞു തന്നെ സെക്രട്ടറി ഈ കേസിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി കേസിന് പോകാൻ പറ്റില്ല. അങ്ങനെ പോയത് തെറ്റാണ്. നഗരസഭയുടെ തീരുമാനത്തിനെതിരായി നഗരസഭാ ചെയർമാന്റെ മുൻകൂർ അനുമതി പോലും ഇല്ലാതെ കേസിന് പോയ നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ് എനിക്കതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അതേസമയം കൗൺസിലിന്റെ അറിവില്ലാതെ അപ്പീൽ നൽകിയത് തെറ്റാണെന്ന് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. 3 വർഷത്തിൽ കൂടുതലുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കണമെന്നാണ് 29 കൗൺസിലർമാരുടെയും ആവശ്യം. ഈ ആവശ്യം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചതുമാണ്. ഇക്കാര്യം സർവകക്ഷി സംഘം വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും സമീപിച്ചെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമായതിനാലാണ് സെക്രട്ടറി അപ്പീൽ നൽകിയിട്ടുണ്ടാവുക എന്നുകൂടി ചെയർമാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. സർക്കാർ ഇപ്പോൾ നമ്മളെ പല കൗൺസിലെടുത്ത തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് എഴുതി സെക്രട്ടറി പോയിട്ടുണ്ട്. നമ്മൾ ഐക്യകണ്ഠേന തീരുമാനപ്രകാരം ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിന് മന്ത്രിനെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ വഴങ്ങിയിട്ടില്ല. അന്ന് പറഞ്ഞത് എന്താണെന്നല്ലോ മൻസൂർ കൗൺസിലർക്ക് അറിയാം. അല്ല, ഈ ടാക്സ് ഒഴിവാക്കുന്ന ബിൽഡിംഗ് ഓണേഴ്സിന് ഒരു ആശ്വാസം കൊടുക്കണം, ഞങ്ങൾക്ക് 3 കൊല്ലത്തെ ടാക്സ് മതി എന്നുള്ള തീരുമാനം എടുത്ത് നമ്മൾ സർവകക്ഷി പോയി മന്ത്രിനെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം അതിന് വഴങ്ങിയില്ല. സർക്കാരിന് അത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സെക്രട്ടറി അത് പോയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിനെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതിന് പകരം ബിൽഡിംഗ് ഓണേഴ്സിന് നമ്മൾ ഈ പ്രമേയത്തോടുകൂടെ അത് അംഗീകരിക്കുകയും സെക്രട്ടറി പോയതിന് അദ്ദേഹത്തിന് സാധൂകരിച്ച് അതിന് സാധൂകരണം കൊടുക്കണം. കാരണം സെക്രട്ടറി നഗരസഭയുടെ ഭാഗമാണ്. ഇതിനിടെ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM അംഗങ്ങൾ ബഹളം വെച്ചതോടെ വോട്ടിനിടുകയായിരുന്നു. 27 കൗൺസിലർമാരാണ് യോഗത്തിലുണ്ടായിരുന്നത്. ഇതിൽ CPMലെ 10 പേർ നടപടി വേണമെന്ന വാദത്തെ പിന്തുണച്ച് കൈപൊക്കി. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ കൈപൊക്കാതിരുന്ന CPMലെ ചില അംഗങ്ങൾ മറ്റേ അംഗങ്ങൾ കൈപൊക്കാൻ നിർബന്ധിച്ചു. ഇത് UDFലെ ഷെഫീഖ് റഹ്മാൻ ചോദ്യം ചെയ്തതും ബഹളത്തിനിടയാക്കി. BJPയിലെ B പ്രസാദും CPMലെ റജീനയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയിലെ ഫിനാൻസ് കമ്മിറ്റിയും റവന്യൂ ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് നികുതി പരിഷ്കരണത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും കുടിശ്ശിക ഒഴിവാക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് വരുന്ന ബാധ്യത അന്നത്തെ ഫിനാൻസ് കമ്മിറ്റിക്കും നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിനായിരിക്കുമെന്നും സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.